ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ HTML കോഡിനകത്ത് റൺ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് അലേർട്ട് മെത്തേഡ് പരിചയപ്പെടുത്തി തരാം. അതായത് അലേർട്ട് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഞാൻ ഹേ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഇത് കൊടുത്തിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ബ്രൗസറിൽ ഒരു അലേർട്ട് കാണിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ അലേർട്ടിനുള്ളിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് നമുക്ക് ഇവിടെ കാണിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് നമുക്കിനി എന്ത് ചെയ്യാം, നമ്മുടെ ഫയലിനകത്ത് ഇതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ബട്ടണകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ഓൺ ക്ലിക്ക് ഇവൻ്റ് കൊടുക്കാം. ഞാനിവിടെ ഒരു ഓൺ ക്ലിക്ക് കൊടുത്ത് ഈ ഓൺ ക്ലിക്കിനകത്ത് ആ ഒരു അലേർട്ട് നമുക്കിവിടെ കോൾ ചെയ്യാം. ഈ അലേർട്ടിനകത്ത് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഹേയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബട്ടണ് നമുക്ക് എന്ത് ചെയ്യാം, ബട്ടനകത്ത് ഉള്ളിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് മീ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ആ ഒരു ബട്ടൺ അവിടെ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഓക്കെ, ക്ലിക്ക് മീ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബട്ടൺ ഇനി ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും, അവിടെ ഒരു അലേർട്ട് കാണിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഹേയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജാവാസ്ക്രിപ്റ്റ് കോഡ് ഈ ഒരു HTML ഫയലിനകത്ത് കൊടുത്തു. അതായത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ബട്ടൺസോ കാര്യങ്ങളൊക്കെ കൊടുക്കാം, പക്ഷേ അതിനകത്തൊരു ആക്ഷനോ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യണം, ആ ഒരു കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ജാവാസ്ക്രിപ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ജാവാസ്ക്രിപ്റ്റ് കോഡ് ഇവിടെ കൊടുക്കാനായിട്ട് പറ്റും. അതെന്ത് ചെയ്യുക, നമുക്ക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗ് ഉണ്ട്. ഈ സ്ക്രിപ്റ്റ് ടാഗിനകത്ത് നമ്മൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു റിസൾട്ട് അവിടെ കാണിക്കാനായിട്ട് പറ്റും. ഇവിടെ ഞാൻ ഇപ്പോൾ 2+2 എന്ന് പറഞ്ഞ് കൊടുത്ത് ഇത് നമ്മളെവിടെ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയും വന്നിട്ടില്ല. നമ്മൾ കൺസോളിൽ നോക്കിക്കഴിഞ്ഞാൽ കൺസോളിലും ഇല്ല, ബ്രൗസറിലും ഇല്ല. പക്ഷേ ഇതെവിടെയാണ്, അപ്പോൾ എങ്ങനെയാണ് അത് കാണിക്കുക, നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കാണിക്കുക. അതിനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം യൂസ് ചെയ്ത പോലെ തന്നെ console.log നമുക്ക് ഇവിടെ കൊടുക്കാം. എന്നിട്ട് ഈ 2+2 എന്നുള്ളത് എവിടെ കൊടുക്കാം, ഇതിനകത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് നമുക്ക് ഈ ഒരു ലൈൻ ഓഫ് കോഡ് ഒഴിവാക്കാം. എന്നിട്ട് അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിവിടെ ഈ 2+2 എന്ന് പറയുന്ന 4 എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മൾ കൺസോളിനകത്ത് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി നമുക്ക് ഈ ടൈറ്റിലിനകത്ത് വേറെ ഒരു കാര്യം കൊടുക്കാൻ പറ്റും. സ്റ്റൈല് പറഞ്ഞിട്ട് ഒരു ടാഗ്. ഈ ഒരു സ്റ്റൈല് പറഞ്ഞ ടാഗിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ഇപ്പോൾ നമുക്ക് ബോഡിക്ക് ഇവിടെ സ്റ്റൈൽ കൊടുക്കാം. ബോഡിക്ക് ഞാൻ എന്ത് കൊടുക്കുകയാണ്, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഞാൻ ബ്ലാക്ക് ആക്കണം. ഇപ്പം വൈറ്റ് അല്ലേ ഇരിക്കുന്നത്, ബ്ലാക്ക് ആക്കി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, കളറ്, അതായത് ആ ഒരു ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് എന്ത് മാറ്റാം, വൈറ്റ് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബട്ടണ് അതുപോലെ തന്നെ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റിൻ്റെ കളർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് എന്ന് ഡിഫാൾട്ടായിട്ട് ഉണ്ടായിരുന്നത് അത് വൈറ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ടാബ് സ്വിച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഷോർട്ട് കീ എന്ത് ചെയ്താൽ മതി, യൂസ് ചെയ്താൽ മതി. അതായത് ഓൾട്ട് ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ പ്രീവിയസ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിനെയും അതുപോലെ തന്നെ ഈ ഒരു ബട്ടണും നമുക്ക് എന്ത് ചെയ്യാം, സെൻറ്ററിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് അലൈന് സെൻറ്റർ എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പേജ് ജസ്റ്റ് ഒന്ന് ലോഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് കറക്റ്റ് സെൻറ്ററിൽ വന്നില്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, ഈ സ്ക്രിപ്റ്റ് ടാഗ് നമ്മളിവിടെ കൊടുത്ത്, അപ്പോൾ ഈ സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ എന്ത് കോഡ് കൊടുത്തു കഴിഞ്ഞാലും അതുപോലെ ഇതിനകത്ത് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഈ ബട്ടണകത്ത് നിങ്ങൾക്ക് സ്റ്റൈലും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് എന്തായാലും കാണിച്ചു തരാം. വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 100 px കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് ഇവിടെ നമുക്ക് എത്ര കൊടുക്കാം, ഒരു 30 px കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബട്ടൺ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ത് കൊടുക്കാം, ഒരു ഗ്രീൻ എന്ന് പറഞ്ഞു കൊടുക്കാം. നെക്സ്റ്റ് ഇതിനകത്തുള്ള ടെക്സ്റ്റിൻ്റെ കളർ എന്ത് ചെയ്യാം, നമുക്ക് വൈറ്റ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇവിടെ കളറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് വർക്കിംഗ് ആണ്. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം,
ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റിനകത്ത് കോഡ് എഴുതി കഴിഞ്ഞാലും അതുപോലെ തന്നെ ബട്ടനകത്തും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു അലേർട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഒരു അലേർട്ട് കൊടുത്തു. ഇതിനകത്ത് നമ്മൾ നേരത്തെ കൊടുത്ത അലേർട്ടിൽ ഹേയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ കൊടുക്കുക, ഹലോ എന്ന് മാത്രം ജസ്റ്റ് ഒന്ന് കൊടുക്കുക ഞാൻ. ഓക്കെ, ഇനി ഏത് അലേർട്ടാണ് ആദ്യം റൺ ആവുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അതായത് ക്ലിക്ക് മീ എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഒരു ആക്ഷൻ നടക്കുന്നുണ്ടാവുക. അതായത് ഹേയ് ഫ്രണ്ട്സ് എന്നുള്ള അലേർട്ട് കാണിക്കുക. പക്ഷേ ഈ ഒരു പേജ് റീലോഡ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഫസ്റ്റ് ഈ ഒരു പേജ് വരുന്ന ടൈമിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള അലേർട്ട് വർക്കാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹലോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റൺ ചെയ്യാൻ എന്ത് ചെയ്യുക, ഈ സ്ക്രിപ്റ്റ് ആയിരിക്കും ആദ്യം ലോഡ് ആവുന്നുണ്ടാവുക. എന്നിട്ട് പിന്നെയാണ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ആക്ഷൻ അവിടെ വർക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിന് ഈ ഫസ്റ്റ് ഉള്ള ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഒരു index.js എന്ന് പറയുന്ന ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ജാവ സ്ക്രിപ്റ്റിൻ്റെ ഫയൽ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഇവിടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ജസ്റ്റ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാണ്. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, / കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അതന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കൺട്രോൾ / കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ പഴയ രീതിയിൽ തന്നെ ആക്കാനും പറ്റും. ഓക്കെ, ഞാനിവിടെ നെക്സ്റ്റ് അടിച്ചിട്ട് താഴെ എന്ത് ചെയ്യാണ്, ഒരു സ്ക്രിപ്റ്റ് ടാഗ് കൊടുക്കുക പുതിയത്. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, src എന്ന് പറഞ്ഞ ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതിൽ എന്ത് ചെയ്യാണ്, ഈ ഒരു ഫയൽ ലിങ്ക് ചെയ്യാണ്, index.js എന്ന് പറയുന്ന ഫയൽ. അപ്പം ജസ്റ്റ് ഞാനിവിടെ ഐ എന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇത് വരുന്നുണ്ട്, ഞാനത് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ index.js ഫയൽ ലിങ്ക് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും കോഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ console.log എന്ത് കൊടുക്കാം, ഹായ് എന്ന് പറഞ്ഞ് മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് കൺസോളിനകത്ത് പ്രിൻ്റ് ആയിട്ടുണ്ടാവുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് എന്ത് ചെയ്യാം, ഒന്ന് ലോഡ് ചെയ്യാം. നമ്മൾ ഈ പേജ് ഒന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹായ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസോളിൽ നമ്മൾ എന്താണ് പ്രിൻ്റ് ചെയ്ത് അത് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു വേരിയബിളും അതുപോലെ തന്നെ എങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്തതെന്ന്, അതുപോലെ തന്നെ വേരിയബിൾ എങ്ങനെ ആക്സസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് എന്നെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, വീഡിയോ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഹായ് ഫ്രണ്ട്സ്.